അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തും ആഗോള ഊർജ വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നിർണായകമായ ഒരു പുതിയ നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഉപരോധ പട്ടികയിൽ നിന്ന് നിരവധി വ്യക്തികളെയും കപ്പലുകളെയും ഒഴിവാക്കാൻ അമേരിക്കൻ ട്രഷറി വകുപ്പ് തീരുമാനിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ഈ നയതന്ത്രപരമായ മാറ്റം ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ പിന്മാറ്റം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അമേരിക്കൻ ട്രഷറി വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 11 വ്യക്തികളെയും 2 ഭീമൻ എണ്ണക്കപ്പലുകളെയുമാണ് റഷ്യൻ ഉപരോധ പട്ടികയിൽ നിന്നും ഔദ്യോഗികമായി ഒഴിവാക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളുടെ പിടിയിൽ നിന്നും മോചിക്കപ്പെട്ടവരിൽ മുൻ റഷ്യൻ ജനപ്രതിനിധികളും പ്രമുഖരായ പൊതുപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇതോടൊപ്പം ആഗോളതലത്തിൽ എണ്ണക്കടത്തിന് ഉപയോഗിച്ചിരുന്ന ലിൻഡ, ലേഡി ഡി എന്നീ 2 കൂറ്റൻ ടാങ്കർ കപ്പലുകൾക്ക് മേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങളും US പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഈ നീക്കത്തിനു പിന്നിൽ യാതൊരുവിധ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ലെന്നാണ് വാഷിംഗ്ടൺ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. കാലഹരണപ്പെട്ടതും നിലവിൽ പ്രസക്തിയില്ലാത്തതുമായ ഉപരോധ എൻട്രികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു സാധാരണ ശുദ്ധീകരണ പ്രക്രിയ മാത്രമാണിതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഉപരോധ പട്ടികയിൽപ്പെടുത്തിയവരിൽ മരണപ്പെട്ടു പോയ വ്യക്തികളും സർവീസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട കപ്പലുകളും ഉണ്ടായിരുന്നുവെന്നും അവരെ നീക്കം ചെയ്യുക എന്നത് സാങ്കേതികമായി ആവശ്യമായിരുന്നുവെന്നും US അവകാശപ്പെടുന്നു. എന്നാൽ അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ വാദത്തെ പൂർണ്ണമായി വിലയിരുത്താൻ തയ്യാറായിട്ടില്ല. ഈ ഉപരോധ ഇളവുകൾക്ക് തൊട്ടു പിന്നാലെ അമേരിക്കൻ ട്രഷറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് പ്രത്യേക വ്യവസ്ഥകളോടെ അനുമതി നൽകുന്ന പുതിയ ലൈസൻസ് US പുറപ്പെടുവിച്ചു. ഏപ്രിൽ 17 മുൻപായി കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ എണ്ണയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന കർശനമായ വില നിയന്ത്രണങ്ങൾക്കും വിലക്കുകൾക്കുമിടയിൽ വന്ന ഈ പുതിയ ലൈസൻസ് ആഗോള എണ്ണ കച്ചവടക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ സാമ്പത്തിക നീക്കങ്ങൾ നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ കടുത്ത സൈനിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നത് ഇതിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക യുദ്ധ സാഹചര്യങ്ങൾ കാരണം ആഗോള ഊർജ വിപണി നിലവിൽ വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എണ്ണ ഉൽപാദനത്തെയും അതിന്റെ സുഗമമായ വിതരണത്തെയും അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ബാധിക്കുമോ എന്ന ഭയം വിപണിയിൽ നിലനിൽക്കുമ്പോഴാണ് റഷ്യൻ എണ്ണയുടെ മേലുള്ള നിയന്ത്രണങ്ങളിൽ US നേരിയ അയവ് വരുത്തുന്നത്. വിപണിയിലെ എണ്ണയുടെ ലഭ്യത കുറയാതിരിക്കാൻ അമേരിക്ക നടത്തുന്ന തന്ത്രപരമായ നീക്കമാണിതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗോള എണ്ണ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും തുടരുന്ന സൈനിക നീക്കങ്ങൾ വിപണിയെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. ലോകത്ത് വിപണനം ചെയ്യപ്പെടുന്ന എണ്ണയുടെ വലിയൊരു ശതമാനവും കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിൽ ഉണ്ടാകുന്ന നേരിയ അസ്ഥിരത പോലും ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണികൾ കാരണം എണ്ണ വിതരണ ശൃംഖല തകരാറിലാകാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് ഭരണകൂടം മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആഗോള വിപണിയിലേക്ക് റഷ്യൻ എണ്ണയുടെ വരവ് പൂർണ്ണമായി തടസ്സപ്പെടാതിരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാകാം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ റഷ്യയോടും വ്ളാഡിമിർ പുടിനോടും പുലർത്തുന്ന നയങ്ങൾ എപ്പോഴും സങ്കീർണവും സവിശേഷവുമായ ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. മുൻപ് റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളിൽ നിന്നും ഇത്തരം ഇളവുകൾ അനുവദിക്കുന്നത് ട്രംപിന്റെ റഷ്യൻ അനുകൂല നിലപാടിന്റെ തെളിവായി ചില രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യയുമായുള്ള ബന്ധം പൂർണ്ണമായി തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാനും യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടെന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നു. എണ്ണക്കപ്പലുകളായ ലിൻഡ, ലേഡി ഡി എന്നിവയെ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കിയത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. റഷ്യൻ എണ്ണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇത്തരം കപ്പലുകൾക്ക് മേൽ വിലക്ക് വന്നതോടെ റഷ്യയുടെ കയറ്റുമതി വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇവ വീണ്ടും സ്വതന്ത്രമായ സർവീസ് നടത്തുന്നതോടെ റഷ്യൻ എണ്ണ വിപണിയിലേക്ക് കൂടുതൽ സജീവമായി ഒഴുകിയെത്തും. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താൽക്കാലികമായി വലിയൊരു ഊർജം നൽകുന്ന കാര്യമാണ്. അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ പലപ്പോഴും മറ്റ് വികസ്വര രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാറുണ്ട്.
റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്ന പല ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കൻ ഉപരോധം ഭയന്ന് തങ്ങളുടെ ഇറക്കുമതി വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ ട്രഷറി വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പുതിയ ലൈസൻസും ഇളവുകളും ഈ രാജ്യങ്ങൾക്ക് നിയമപരമായ പ്രതിസന്ധികളില്ലാതെ റഷ്യൻ എണ്ണയുടെ ഇടപാടുകൾ പൂർത്തിയാക്കാൻ സഹായിക്കും. ആഗോള എണ്ണ വില കുതിച്ചുയരുന്നത് തടയാൻ ഇത് സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. എങ്കിലും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാകില്ല. യുക്രൈനിലെ സൈനിക നടപടികൾ തുടരുന്നിടത്തോളം കാലം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രം തന്നെയാണ് നാറ്റോ സഖ്യവും അമേരിക്കയും പ്രധാനമായും സ്വീകരിക്കുന്നത്. എന്നാൽ ആഗോള എണ്ണ വിപണിയിൽ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റത്തിന്റെ ഭാരം വരാതിരിക്കാൻ തങ്ങളുടെ ഉപരോധ നയങ്ങളിൽ ആവശ്യാനുസരണം മാറ്റം വരുത്താൻ ട്രംപ് ഭരണകൂടം മടിക്കാറില്ല. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് തന്നെയാണ് അമേരിക്ക മുൻഗണന നൽകുന്നത്. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഈ പുതിയ ഇളവുകൾ യുക്രൈൻ ഭരണകൂടത്തെ ആശങ്കപ്പെടുത്താൻ സാധ്യതയുണ്ട്. റഷ്യയെ സാമ്പത്തികമായി പൂർണ്ണമായി തകർക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെടുമ്പോൾ അമേരിക്ക ഇത്തരം ഇളവുകൾ നൽകുന്നത് റഷ്യക്ക് യുദ്ധം തുടരാനുള്ള പണം കണ്ടെത്താൻ സഹായിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം നീക്കങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. വരും ദിവസങ്ങളിൽ ആഗോള ഊർജ വിപണി ഈ പ്രഖ്യാപനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് അതീവ നിർണായകമാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഇനിയും വഷളാകുകയാണെങ്കിൽ എണ്ണവില നിയന്ത്രിച്ചു നിർത്താൻ റഷ്യയിൽ നിന്നുള്ള ഈ ഇളവുകൾ മാത്രം മതിയാവില്ലെന്ന് വരില്ല. എങ്കിലും തങ്ങളുടെ ഉപരോധ പട്ടികകൾ പുനഃപരിശോധിക്കാനും വിപണിയുടെ ആവശ്യത്തിനനുസരിച്ച് അവയിൽ മാറ്റം വരുത്താനും അമേരിക്ക തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ലോകരാഷ്ട്രീയത്തിലെ വൻ ശക്തികൾ തമ്മിലുള്ള സാമ്പത്തിക യുദ്ധം എത്രത്തോളം തന്ത്രപരമായാണ് മുന്നോട്ടു പോകുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്.